ഹലോ, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയുടെ പൂക്കടയൊക്കെ അങ്ങ് വിപുലീകരിക്കുകയാണ്. അപ്പം ഇതിന്റെ ഒരു നോട്ടീസൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി സച്ചി ആണെങ്കിൽ ഓരോ കടകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി ആ നോട്ടീസ് വിതരണം ചെയ്യുക. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മുടെ സച്ചി ഒരു പാർക്കിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ എത്തിയതും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു, അതെ ചേട്ടാ, ഇതിനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വരില്ലേ, അപ്പം അവർക്ക് ഈ നോട്ടീസ് ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോനെ, നീ തന്നെ കൊണ്ടുപോയി കൊടുക്കെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അതിനകത്തോട്ട് കയറുകയാണ്. അപ്പോഴാണ് സച്ചി ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സുധിയാണെങ്കിൽ ആ പാർക്കിലിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറച്ചുകൊണ്ട് കൂട്ടുകാരനോട് കുശലം പറഞ്ഞിരിക്കുന്ന കാഴ്ച. അല്ല, ഇവൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പിന്നെ എന്താ ഇവൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ സച്ചി ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴാണെങ്കിൽ സച്ചി, അതെ ചേട്ടാ, ആ ഇരിക്കുന്ന ആളെ ചേട്ടനെ അറിയാവോന്ന് ചോദിക്കുമ്പോൾ അറിയാലോ, അവനും അവന്റെ കൂട്ടുകാരനും കൂടി ഇവിടെ സ്ഥിരം വന്നിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങാനും റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കുമെന്ന് സച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ചേട്ടാ, അയാൾ എന്തെങ്കിലും ജോലി ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം, എൻ്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട, ഈ പാർക്ക് ഒരു 9 മണിയാകുമ്പോൾ തുറക്കും. ആ സമയമാകുമ്പോഴത്തേക്കിനും ഇവൻ അവിടെ എത്തുന്നതാണ്. അതിനുശേഷം ഒരു 10 മണി 10:30 കൂടി ഇവൻ്റെ കൂടെ ഇരിക്കുന്നവനുണ്ടല്ലോ, ആ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടവൻ, അവനും അവിടെ വന്നിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ കൃത്യം 1 മണിയാകുമ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. ഒരു പൊതിച്ചോറൊക്കെ എടുത്ത് ഉണ്ണുന്നതൊക്കെ കാണാം. എന്തായാലും ഇവന്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഒരു 3-3:30 മണിയാകുമ്പം അപ്പുറേ കാണുന്ന ആ ഒരു കടയിൽ നിന്ന് ചായയും ഉഴുന്നുവടയും ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട്. അന്നേരമാണ് സച്ചിക്ക് ആ ഒരു കാര്യം പിടികിട്ടുന്നത്. ഡെയിലി വീട്ടിൽ നിന്ന് ഓഫീസിൽ പോവാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി ചോറും പൊതിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇതുപോലെ പാർക്കിൽ വന്നിരുന്ന് കഴിക്കാനാണ്. അങ്ങനെ കുറച്ചു നേരം നമ്മുടെ സച്ചിയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയാണ്. അപ്പൊ സുധി ആണെങ്കിൽ കൂട്ടുകാരനോടൊക്കെ സംസാരിച്ചു. എന്നിട്ട് അവനുമായിട്ട് ആ പാർക്കിലുള്ള ആ ഓരോ സ്ലൈഡുകളിലും കയറി കളിക്കാൻ തുടങ്ങി. ഇത് കാണുമ്പോഴാണെങ്കിലോ സച്ചി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, ഇത് താൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, വീട്ടിലുള്ള ആൾക്കാരെ കൂടെ കാണിക്കണമെന്നും പറഞ്ഞ് അവൻ ആ കാഴ്ചകൾ മുഴുവനും അവൻ്റെ ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ സച്ചി നിൽക്കുമ്പം ആ സെക്യൂരിറ്റി ചോദിച്ചു, അല്ല മോനെ, നീ അറിയുന്നതാണോ ആ പയ്യനെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് ചേട്ടാ, അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചി നമ്മുടെ സുധി ആ സ്ലൈഡുകളിൽ കളിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ നടന്ന് കടല കുറയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് വരികയാണ്. പിന്നീടാണെങ്കിലും അവ വീട്ടിലെത്തിയതും, അതെ അമ്മ ഇങ്ങ് ഒന്ന് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര ആണെങ്കിലും, എന്താടാ നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പം, അതെ ഉണ്ട്, ഇവിടുത്തെ നമ്മുടെ പാർലർ കുഞ്ഞമ്മ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ശ്രുതിയെ കുറിച്ചിട്ടാണ് ചോദിച്ചതെന്ന് ചന്ദ്രമതിക്ക് പിടികിട്ടി. ചന്ദ്ര പറഞ്ഞു, അവളകത്തുണ്ട്, എന്താ കാര്യമെന്ന് പറയും. അതെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതും ഈ ഒരു TV-യിൽ വെച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞ് സച്ചി അച്ഛനെയും രേവതിയേതും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയെയും ശ്രുതിയെയും ഒക്കെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, ആ ജോലിയൊക്കെ പിന്നെ ചെയ്യാന്നും പറഞ്ഞ് സച്ചിയാണെങ്കിലോ, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ദേ, ഞാൻ ഇപ്പൊ നിങ്ങളെ എല്ലാരെയും ഒരു പുതിയ പടം കാണിച്ചു തരാന്ന് പറഞ്ഞു. സിനിമ കാണിക്കാനാണോ നീ ഇത്ര കണ്ടു കിടന്നു പെടാപ്പാടി വിട്ടത്? ദേ സച്ചി, എനിക്കിതിനൊന്നും നേരെയില്ലാന്നും പറഞ്ഞ് ചന്ദ്രമതി കിച്ചണിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, അങ്ങനെ അങ്ങ് പോയാലോ, ഈ സിനിമയിൽ അഭിനയിച്ച നായകനെ അമ്മയ്ക്ക് നല്ല പരിചയം ഉണ്ടാവും, അതുകൊണ്ട് അമ്മ വേണം ഈ സിനിമ മൊത്തത്തിലിരുന്ന് കാണാനെന്ന് പറഞ്ഞു. അങ്ങനെ TV-യിൽ നമ്മുടെ സുധി പാർക്കിൽ ചെന്നതും പാർക്കിൽ നടന്ന് ആ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ആയിട്ടുള്ള സകല കാര്യങ്ങളും ഇവരെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ഈശ്വര, സുധിയാണല്ലോ ഇത്, ഇവൻ രാവിലെ ജോലിക്ക് പോയതല്ലേ, പിന്നെ ഇപ്പൊ ഇതെങ്ങനെയാ പാർക്കിലെത്തിയെന്ന് ഇവളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ നമ്മുടെ രേവതിയും പറഞ്ഞു, അയ്യോ, ഞാനാണല്ലോ ഈ ചോറൊക്കെ കൊടുത്തു വിട്ടത്, ഇയാളിപ്പോ ജോലിക്ക് പോവല്ലേ എന്ന് ചോദിക്കുമ്പം, അമ്മ വിചാരിച്ചു വെച്ചിരുന്നത് അമ്മയുടെ പുന്നാരമോൻ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്നു കുത്തിയാണ് ഈ വീട്ടിലേക്ക് വരുന്നതെന്നല്ലേ, എന്നാ അവൻ ജോലിക്കൊന്നും അല്ല പോകുന്നത്, അവൻ പോകുന്നത് ഇതുപോലെ പിള്ള കളിക്കാനാണെന്ന് സച്ചി അവിടെ വെച്ച് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് അറിയാം നമ്മുടെ സുധിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു, ഭഗവാനെ, ഇവൻ ഈ വീട്ടില് വീണ്ടും ഒരു വഴക്കുണ്ടാക്കുകയാണല്ലോ എന്നൊക്കെ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ മൊത്തത്തില് ദേഷ്യം വന്ന് നിൽക്കുമ്പം, എടാ ശ്രുതി,
അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, അതെ ഇത് ഞാൻ ഇനി ഉണ്ടാക്കി കൊണ്ടുവന്ന വീഡിയോ ആണെന്നൊന്നും മോള് പറയൊന്നും വേണ്ട, ദേ ഇതിന് തക്ക തെളിവുകളൊക്കെ ഉണ്ട്, ഈ ചേട്ടൻ പറയുന്നതൊന്ന് കേട്ട് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ആ സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങളും ഇവരെല്ലാ ദിവസവും കൂട്ടുകാരനും കൂടി അവിടെ വന്നിരിക്കുന്ന അവൻ എല്ലാ ദിവസവും പാർക്കിൽ വരുന്നതും അവിടെ വന്ന് കാണിക്കുന്ന കാട്ടായങ്ങളും ഒക്കെ സെക്യൂരിറ്റി പറഞ്ഞത് മുഴുവനും സച്ചി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ ഉള്ള കിളികൾ കൂടെ പാറി പറന്നു പോവാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിക്ക് ശരിക്കും ടെൻഷനായി. എന്ത് ചെയ്യും, എൻ്റെ മകന് വേലയും കൂലിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇനി അത് മതി എൻ്റെ ശ്രുതിയെ ഇട്ട് തട്ടാനെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിലും അതെ സച്ചി ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ നീ വിഷമിപ്പിക്കരുത്, അവന് വേണ്ടിയിട്ട് അവൻ ചെയ്തു പോയ എല്ലാ തെറ്റിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞ് സച്ചിയുടെ കാല് പിടിക്കുകയാണ് ചന്ദ്ര. അപ്പൊ ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ രവി പറഞ്ഞു, അതെ ചന്ദ്ര മക്കളെയൊക്കെ ഒരുപോലെ കാണാനും മക്കളെയൊക്കെ ഒരുപോലെ സ്നേഹിക്കാനും ഒക്കെ നിനക്ക് പറ്റണം, അല്ലാതെ ഇങ്ങനെ ഒരു മകനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോൽവി സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ശ്രുതി ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവനെ തിരുത്താനായിട്ടുള്ളവളാണ് നീ. പക്ഷെ ആ നീയാണെങ്കിലോ അവന്റെ എല്ലാ തെറ്റിനും കൊട പിടിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ രവി ഇങ്ങനെ ചന്ദ്രയെ വഴക്ക് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്തായാലും വലിയൊരു കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത്. അത് ഇത്രയും കാലവും അങ്ങനെ കൊണ്ടുപോയ ശ്രുതിക്ക് ഒരു നിമിഷത്തില് സച്ചി കാരണം അത് മുഴുവനും തകർന്നടിയാണ്. അത് നമ്മുടെ ശ്രുതിയുടെയും ജീവിതത്തില് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ആ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.